വെറും 2 അവേഴ്സിൻ്റെ ഉള്ളിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായി ഞാനും ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായി. യെസ്, ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ക്ലൗഡ് കോഡ്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം, ഇനി നിങ്ങൾക്കും എങ്ങനെ ആപ്സ് ക്ലൗഡ് കോഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. സോ ഫോളോ ദ ട്യൂട്ടോറിയൽ. നിങ്ങളിവിടെ കാണുന്നത് ഞാൻ ലാസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു വാട്സാപ്പ് ബോട്ടാണ്. സോ അതിൻ്റെ കംപ്ലീറ്റ് വെബ്സൈറ്റ് ക്ലൗഡ് കോഡ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ലൈക്ക് ലോഗിൻ പേജും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ആപ്പ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെ നമ്മുടെ വാട്സാപ്പ് കണക്ട് ചെയ്യാം. അതേപോലെ ആ ഒരു റൂൾ ബേസ്ഡ് റിപ്ലൈസ്, ഓട്ടോ റിപ്ലൈസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നെല്ലാം കാണും. അപ്പോൾ ഇതുപോലുള്ള ആപ്സ് ഇനി നിങ്ങൾക്കും ഈസിയായി ഉണ്ടാക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ക്ലൗഡ് കോഡ് ഇൻസ്റ്റാളേഷൻ. ടു ഇൻസ്റ്റാൾ ക്ലൗഡ് കോഡ്, നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസിൽ നിങ്ങൾ ജസ്റ്റ് CMD എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ആ ഒരു വിൻഡോസ് CMD കോഡ് ഒന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ അവർ ഇൻസ്റ്റാളേഷൻ വിൽ ബി റെഡി. അപ്പോൾ ഇൻസ്റ്റാളേഷൻ റൺ ചെയ്യും. ഞാനിവിടെ മാക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്കിലാണെങ്കിൽ ടെർമിനലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ടെർമിനൽ വിൻഡോയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ മാക് ബേസ്ഡ് കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ റെഡി ആവും. സോ വൺസ് വി ഡു ദാറ്റ്, നമുക്കെല്ലാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്ലൗഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് വിൻഡോസ് ആവട്ടെ മാക് ആവട്ടെ ക്ലൗഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കും. യെസ്, നമ്മൾ ഈ ഒരു ഫോൾഡർ, അതായത് ഇപ്പം ഞാൻ M-Score ഓട്ടോമേഷൻ്റെ മെയിൻ ഫോൾഡറിലാണ്, അതായത് നമ്മുടെ കമ്പനി മെയിൻ ഫോൾഡറിലാണ് ബിൽഡ് ചെയ്യുന്നത്. ഈ ഫോൾഡർ ട്രസ്റ്റഡ് ആണോ അല്ല എന്ന് ചോദിക്കും. ജസ്റ്റ് ട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇതുപോലുള്ളൊരു വിൻഡോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ലെറ്റ്സ് സി. നമുക്ക് റിപ്ലൈ കിട്ടി ന്യൂഡൽഹി എന്ന്. അപ്പോൾ നമുക്ക് ഈ ടെർമിനൽ ഉപയോഗിച്ചും ക്ലൗഡ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ആപ്സ് ആണ്. സോ വൺ ഈസ് ഫ്രം മൈക്രോസോഫ്റ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ നിങ്ങളൊരു ആപ്പ് ഡെവലപ്പറോ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ടൂൾ ഫെമിലിയർ ആവും. അല്ലെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ടു ഗോ വിത്ത് ഗൂഗിൾസ് ആൻറ്റി ഗ്രാവിറ്റി. യെസ്, സോ ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ VS കോഡിൻ്റെ ഒരു ബേസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തൊരു ടൂളാണ്. ഇന്ന് AI കാലഘട്ടത്തിൽ കുറച്ചും കൂടി AI ഓറിയൻറ്റഡ് ടൂളാണ് ആൻറ്റി ഗ്രാവിറ്റി. അപ്പോൾ VS കോഡ് അറിയുന്നവർക്ക് ഈസി ആയിട്ട് ആൻറ്റി ഗ്രാവിറ്റി യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും അറിയില്ലെങ്കിലും സിമ്പിളായിട്ട് ആൻറ്റി ഗ്രാവിറ്റി യൂസ് ചെയ്യാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ആൻറ്റി ഗ്രാവിറ്റി ഡൗൺലോഡ് എന്നൊന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ഇൻസ്ട്രക്ഷൻ കാണും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ആൻറ്റി ഗ്രാവിറ്റി ഡൗൺലോഡ് പോയിട്ട് നിങ്ങളുടെ ഏതാണ്, മാക് ആണോ വിൻഡോസ് ആണോ ലിനക്സ് ആണോ, ജസ്റ്റ് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ. സോ ലെറ്റ്സ് ഗോ ടു ആൻറ്റി ഗ്രാവിറ്റി. വൺസ് യു ഇൻസ്റ്റാൾ ആൻറ്റി ഗ്രാവിറ്റി, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഗ്രാവിറ്റി ഒരു ഗൂഗിൾ ബേസ്ഡ് ടൂൾ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കോഡ് വിത്ത് ഏജൻറ്റ്, അതായത് വിൻഡോസ് L എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ലൈക്ക് ബൈ ഡിഫോൾട്ട് ജെമിനൈ ഓപ്ഷൻ, അതായത് ഗൂഗിളിൻ്റെ ടൂളല്ല, അപ്പോൾ ജെമിനൈ ഓപ്ഷനിലാണ് നമുക്ക് കമാൻഡ്സും അതായത് പ്രോംപ്റ്റിംഗ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലൗഡ് കോഡ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ക്ലൗഡ് കോഡ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ക്ലൗഡ് റിലേറ്റഡ് ആപ്സ് കാണാം. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആപ്പ് നമ്മൾ ശ്രദ്ധിക്കുക, അത് ആന്ത്രോപിക് എന്ന് കറക്റ്റ് വെരിഫൈ ചെയ്ത ആപ്പ് തന്നെ വേണം. അപ്പോൾ ആന്ത്രോപിക്കിൻ്റെ ആണ് ക്ലൗഡ് കോവർക്ക് എല്ലാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയും. വൺസ് ഇൻസ്റ്റാൾ, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ക്ലൗഡ് കോഡ് ഓപ്പൺ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്ലൗഡ് കോഡിൻ്റെ ഏജൻറ്റ് ഇവിടെ കിക്ക് ഓഫ് ചെയ്യും. നൗ വി ക്യാൻ സ്റ്റാർട്ട് ടൈപ്പിംഗ്. നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ആപ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബിഫോർ വി ഗോ ടു ആപ്പ് ഡെവലപ്മെൻറ്റ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ക്ലൗഡ് കോഡിൽ. അതാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്ലൗഡ് കോഡിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ഇവിടെ കാണാം, മേക്ക് എ cloud.md ഫയൽ ഫോർ ഇൻസ്ട്രക്ഷൻ. യെസ്, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കോഡിങ് ഇൻ ക്ലൗഡ് കോഡ്, ഒരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ട ബ്രെയിൻ ആണ്. യെസ്, AI ബ്രെയിൻ ബിൽഡ് ചെയ്യുന്ന ഫസ്റ്റ് ഫയലാണ് cloud.md. നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു സാധാ ജനറൽ ആപ്സ് ആണോ, വെബ് ആപ്പ് ആണോ, ഡെസ്ക്ടോപ്പ് ആപ്പ് ആണോ, അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു cloud.md ഫയൽ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു cloud.md ഫയലിൻ്റെ ഇൻസ്ട്രക്ഷൻ, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചായിരിക്കും എല്ലാ ആപ്സും ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് ഓരോ യൂസ് കേസിനും ഓരോ cloud.md ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഡെവലപ്പ് cloud.md. അതിന് മുന്നേ നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ M-Score AI ലാബ് ഡെമോ എന്നാണ് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ cloud.md എന്ന പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് cloud.md എന്ന ഫയൽ ബേസ് ആയിട്ടാണ് ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സി. അപ്പോൾ ഞാൻ ആദ്യം ഐ ആം ഗോയിങ് ടു സേ ദാറ്റ് സിമ്പിൾ പ്രോംപ്റ്റ് വെച്ച് കാണിക്കാണ്. സെറ്റപ്പ് cloud.md
ഫോർ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ Claude.md ഫയൽ, അതായത് ഇനീഷ്യൽ ഫയൽ റെഡി ആവും ആൻഡ് ഇറ്റ് വിൽ ബി ഡൺ ബൈ ക്ലോഡ് കോഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ട ആസ്ക് ബിഫോർ എഡിറ്റ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ്ക് ബിഫോർ എഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു എഡിറ്റും നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്ന മുന്നേ എല്ലാത്തിനും പെർമിഷൻ ചോദിക്കുന്ന ഒരു ഓപ്ഷനാണ് ആസ്ക് ബിഫോർ എഡിറ്റ്. പിന്നെ എഡിറ്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. പ്ലാൻ മോഡ് ഉണ്ട്. പ്ലാൻ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാനിങ്ങിന് പോകുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി തരും ക്ലോഡ് കോഡ്. ആ പ്ലാൻ അനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാൻ കൺഫേം ചെയ്യും. ആ പ്ലാൻ കൺഫേം ചെയ്താൽ ഡെവലപ്മെൻറ്റ് കിക്ക് ഓഫ് ചെയ്യും. രണ്ടാമത്തെ അഥവാ ഡേഞ്ചറസ് മെത്തേഡ് വിച്ച് ഐ പ്രിഫർ, ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, ബൈപ്പാസ് പെർമിഷൻ. ഒരു പെർമിഷൻ ചോദിക്കില്ല, എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും. ആൻഡ് അറ്റ് ദ എൻഡ് വി ഹാവ് എവറിത്തിങ് റെഡി. നമുക്ക് ഇവിടെ വന്നിട്ട് യെസ് അല്ലെങ്കിൽ നോ എന്നൊന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈപ്പാസ് പെർമിഷനിലൂടെ എല്ലാം കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ആപ്പ് തരും ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് യൂസിങ്. സോ let's go first with edit automatically and I'll show you setup Claude.md for website development എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ Claude.md ഫയൽ ഒന്ന് സെറ്റപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഫയൽ റീഡ് ചെയ്യണം, അത് എം ടി ആണ്. അപ്പോൾ അത് കാണിക്കും, ഇറ്റ് വിൽ ബി എം ടി. അപ്പോൾ ഇനി അത് റൈറ്റ് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ നമ്മുടെ Claude.md ഫയൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം Claude.md ഫയൽ ഇവിടെ കാണാം. ലെറ്റ് മീ ജസ്റ്റ് സ്വാപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ Claude.md ഫയൽ സെറ്റപ്പ് ചെയ്തത്. ഇവിടെ നമുക്ക് ചാറ്റിൽ നമുക്ക് കാണാം എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റ് സ്റ്റാക്ക് ഒന്നും ഡിസൈഡ് ചെയ്തില്ല. ഏത് ഫ്രെയിം വർക്ക് ആണ്, സ്റ്റൈലിംഗ് ആണ്, ഏത് പാക്കേജ് മാനേജർ വെച്ചിട്ട് ആപ്പ് ഉണ്ടാക്കണം. നമ്മളിതൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഏറ്റവും നല്ല ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ Claude.md ഫയൽ നമ്മൾ ലൈക്ക് ടോപ്പ് ഡെവലപ്പേഴ്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഫയൽ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ പറയുന്നു സെർച്ച് ഫോർ ടോപ്പ് Claude.md ഫയൽ അവൈലബിൾ ഫോർ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, റൈറ്റ്? എന്നിട്ട് ആ ഒരു ഫയൽ ഇവർ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതിനെ ഷെയർ ചെയ്യും. ആ ഒരു ഫയൽ നമ്മൾ ഫോളോ ചെയ്താൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ്. അഗൈൻ നിങ്ങളൊരു ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഈസി. നിങ്ങൾക്ക് ആ Claude.md നിങ്ങളെ ഇഷ്ടത്തിനുള്ള ടെക്സ്റ്റ് സ്റ്റാക്ക് വെച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഓൾറെഡി ഗിറ്റിലും അതേപോലെയുള്ള പല വെബ്സൈറ്റ്സിലും ഏറ്റവും നല്ലൊരു Claude.md ഫയൽ സെർച്ച് ചെയ്യാണ്. ആ ഒരു ഫയൽ യൂസ് ചെയ്യുമ്പോൾ our work will be more easy for website development. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു പർപ്പസ് ആവട്ടെ, ആപ്പ് ഡെവലപ്മെൻറ്റ് ആവട്ടെ, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആവട്ടെ, ഒരു Claude.md ഫയൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. യൂസ് ദ ബെസ്റ്റ് വൺ എന്ന് ഞാൻ കൊടുക്കാൻ പോവാണ് ഫോർ അസ്. യെസ്, അപ്പോൾ നമ്മൾ Claude.md ഫയൽ റീറൈറ്റ് ചെയ്യും ഇനി. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗിറ്റ് ഹബ് തന്നെ ഓൾറെഡി ചില റെഫറൻസ് ഉണ്ട്. ബെസ്റ്റ് പ്രാക്ടീസ് Claude.md സാമ്പിൾ ഫയൽ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ടോപ്പ് ഡെവലപ്പേഴ്സിൻ്റെ റെഫറൻസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. അത് ഫെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്യാൻ പോകുന്നത്. സി നൗ ഐ ഹാവ് ഇനഫ് ഫ്രം ടോപ്പ് ടെംപ്ലേറ്റ്സ് നിന്ന് എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ബെസ്റ്റ് ആയുള്ള പാറ്റേൺസ് എല്ലാം കൺസൈസ് ചെയ്തിട്ട് നമ്മളെ Claude.md ഫയൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ Claude.md ഫയൽ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ആ ഒരു ഫയൽ. സി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കമാൻഡ്സ്, ദെൻ പ്രൊജക്റ്റ് സ്ട്രക്ചർ, കോഡ് സ്റ്റൈല്, റിയാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ റൂൾസും ഫ്രെയിം വർക്ക് nest.js, ലാംഗ്വേജ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, സ്റ്റൈലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ Claude.md ഫയൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതുപോലെ നമുക്ക് Claude.md ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാൻ മോഡാണ്. ഓക്കെ, ഇപ്പോൾ പ്ലാൻ മോഡിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. അപ്പോൾ അതൊരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ സെറ്റപ്പ് എ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഫോർ എൻ അക്കൗണ്ടൻറ്റ് ഇൻ കാലിക്കറ്റ്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്യും. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ പ്രോംപ്റ്റാണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് വിൽ സ്റ്റാർട്ട് പ്ലാനിങ്. എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രൊസീഡ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചോദിക്കും. ഇതാണ് ഞങ്ങളെ പ്ലാൻ, ക്ലോഡിൻ്റെ പ്ലാൻ, ക്ലോഡ് കോഡിൻ്റെ പ്ലാൻ ഇതാണ്. ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആർ യു റെഡി? അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് Claude.md ഫയൽ വേണമെങ്കിൽ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. യാ, ഓക്കെ, ഫുൾ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. സി
ഒന്ന് ടെക് സ്റ്റാക്ക് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് nest.js വെച്ചിട്ടാണ്. ബിൽഡ് എ പ്രൊഫഷണൽ മോഡേൺ പേജ്, അതിൽ ഹീറോ സെക്ഷൻ ഉണ്ട്, എബോട്ട് സെക്ഷൻ ഉണ്ട്, സർവീസ്, വൈ ചൂസ് മീ, ടെസ്റ്റിമോണിയൽസ്, അതേപോലെ എങ്ങനെ ഡിസൈൻ ഗൈഡ് ലൈൻ, എന്താ ഡെലിവറബിൾ, എന്താണ് നമുക്ക് ഫൈനലി ഔട്ട്പുട്ടിൽ വേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. ലെറ്റ്സ് സീ. സോ ഐ ഹാവ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഫ്രം ദ പ്ലാൻ ഏജൻറ്റ്. അപ്പോൾ പ്ലാൻ ഏജൻറ്റ് ഒരു കംപ്ലീറ്റ് പ്ലാൻ കൊടുത്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാന്. ബിൽഡ് എ കംപ്ലീറ്റ് പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഫോർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. കണ്ടോ, ഞാൻ അക്കൗണ്ടൻ്റ് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കി. കേരള കാര്യങ്ങൾ, പിന്നെ കളർ സിസ്റ്റം, സ്കഫോൾഡ്, ഫൗണ്ടേഷൻ ഫയൽസ്, എല്ലാ ഫയൽസ്, ആ വെബ്സൈറ്റിന് വേണ്ട എല്ലാ ഫയൽസും എല്ലാം ഉള്ള പ്ലാനാണ്. ഓക്കെ, സോ വി ഹാവ് ദീസ് ഡീറ്റെയിൽ. ഓക്കെ, ഇനി യെസ് ആൻഡ് ഓട്ടോ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ബിൽഡിങ് ആർ വെബ്സൈറ്റ്. സോ ദിസ് ഇസ് ഹൗ യു സ്റ്റാർട്ട്. സോ നമുക്കൊരു cloud.md വേണം. പിന്നെ പ്ലാൻ മോഡ് ഈസ് നോട്ട് നെസസറി. ആ പ്ലാൻ മോഡ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളൊരു ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഡെവലപ്പർ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ ക്ലോഡ് കോഡ് എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ആപ്പാണ്, വെബ്സൈറ്റ് ആണ്, അപ്പോൾ അത് ഏതെല്ലാം ഫയൽസ് ആണുള്ളത്, ആൻഡ് യു ക്യാൻ ഗോ ആൻഡ് എഡിറ്റ് ഇറ്റ്. ഓക്കെ, ഇതെല്ലാം വേണ്ടത്. എൻ്റെ ടെക് സ്റ്റാക്ക് ഡിഫറെൻ്റ് ആണ്, ഞാൻ ഇതാണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ നമുക്ക് ആ പ്ലാൻ മോഡ് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം റെഡി ആവും. ഇഫ് ദ പ്ലാൻ ഈസ് ഫൈനൽ, ജസ്റ്റ് ലെറ്റ്സ് ക്ലിക്ക് യെസ് ആൻഡ് ഓട്ടോ അക്സെപ്റ്റ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ പ്ലാൻ ഹാസ് ബീൻ അപ്രൂവ്ഡ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ബൈപ്പാസ് പെർമിഷൻ രീതിയിൽ പോയാൽ പെർമിഷൻസ് ചോദിക്കില്ല. ഞാൻ ആദ്യം ആ ഒരു മോഡ് സെറ്റപ്പ് ചെയ്തിരുന്നെങ്കിൽ വി ക്യാൻ അവോയ്ഡ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ എനിക്ക് ഇവിടെ കാണാം ആ ഫയലെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇറ്റ് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് നൗ. സോ അതിൽ കുറച്ച് ടു ഡു ലിസ്റ്റ് ഉണ്ടാവും, വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്, എലമെൻറ്റ്സ് എന്തൊക്കെ. സോ നമുക്കിവിടെ ടു ഡു ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഓരോ ലിസ്റ്റ് എന്ത് ചെയ്യും, ഇവരെ അക്കംപ്ലിഷ് ചെയ്തിട്ട് നമുക്കൊരു കംപ്ലീറ്റ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം. സോ ഐം നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽ, ഞാനിത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. ലെറ്റ് മീ ഗോ ടു മൈ അതർ ഫയൽസ്. ലൈക്ക് ഞാനിവിടെ ഓൾറെഡി ഡെവലപ്പ് ചെയ്താണ് ഒരു വാട്സാപ്പ് ബോട്ട്. ഓക്കെ, സോ ഇതാണ് എൻ്റെ വാട്സാപ്പ് ബോട്ടിൻ്റെ ഒരു പ്രോജക്റ്റ്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഒരു cloud.md ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു cloud.md ഫയൽ കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്സാപ്പ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം cloud.md. ഒരു SaaS വെബ് ആപ്പ് വേണം, യൂസർ സൈനപ്പ് ചെയ്യും, അതേപോലെ വാട്സാപ്പ് QR വെച്ചിട്ട് സ്കാൻ ചെയ്യും, എന്നിട്ട് ഒരു കീവേഡ് ബേസ്ഡ് ഓട്ടോ റിപ്ലൈ എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് ഇതിലുള്ള ഇൻസ്ട്രക്ഷൻ. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫോൾഡർ സ്ട്രക്ചർ കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലോഡിനോട് എനിക്ക് ഇങ്ങനെ ഒരു ആപ്പ് വേണം, അതിൽ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് നമ്മളെ മൊബൈലിൽ കണക്ട് ചെയ്യണം, അങ്ങനെ ഓട്ടോ റിപ്ലൈസ് വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ആൻഡ് ഡെവലപ്പ് ജസ്റ്റ് 2 hours. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലൈക്ക് ഐ ജസ്റ്റ് ഷോ യു ഹൗ ഐ ഡിഡ്. ഞാൻ അതിൻ്റെ ഒരു ഓൾഡ് സെഷൻ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓൾഡ് സെഷൻ. ഞാനിവിടെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ആ ഒരു പ്രീവിയസ് സമ്മറിയിൽ നിന്ന് ആപ്പ് ഡെവലപ്പ് ചെയ്താണ്. അതും ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ബൈപ്പാസ് പെർമിഷൻ എന്നൊരു മെത്തേഡിൽ പോയിട്ട് ഞാൻ പറഞ്ഞു യെസ് എനിക്കൊരു ആപ്പ് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു റെഫറൻസ് ഞാൻ കൊടുത്തിരുന്നു. അപ്പം നമുക്കിവിടെ മാർക്കറ്റിൽ വാപ്പി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. വാപ്പി എന്ന് പറഞ്ഞ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഏത് ലൈക്ക് മെസ്സേജസ് വാച്ച് ചെയ്തിട്ട് നമുക്ക് ഓട്ടോ റിപ്ലൈസ് തരും. അപ്പോൾ നിങ്ങളൊരു ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ആ ഒരു ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ റിപ്ലൈ എന്ന്, ആ റിപ്ലൈ ബേസ്ഡ് അത് ഫിക്സഡ് കീവേഡ് ബേസ്ഡ് നമുക്ക് എന്ത് ചെയ്യാം, ആ പാറ്റേൺ മാച്ച് ചെയ്തിട്ട് ഓട്ടോ റിപ്ലൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു സാസ് ഒരു മാസങ്ങളോളം അവരുണ്ടാക്കി, ലൈക്ക് ദേ ഹാവ് ടേക്കൺ മന്ത്സ് ഓർ 6 months ടു ഡെവലപ്പ് ദിസ് ആപ്പ്. അത് ഞാൻ ജസ്റ്റ് ഒരു 2 hours ഉള്ളിൽ 2 hours എന്ന് പറഞ്ഞാൽ ഞാൻ എഫേർട്ട് ഇടുന്നില്ല. എൻ്റെ പ്രോംപ്റ്റിങ് കഴിഞ്ഞാൽ 2 hours എൻ്റെ ഏജൻ്റായ ഈ ക്ലോഡ് കോഡാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ക്ലോഡ് കോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജൂനിയർ ഡെവലപ്പറിനെ റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ അതിന് റീപ്ലേസ് ചെയ്ത് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പറയാണ് മേക്ക് ദ സെർവർ അപ്പ്. മേക്ക് ദ സെർവർ അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ സെർവർ അപ്പ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സെർവർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന പോലെ ലോക്കൽ ഹോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്പ് കിട്ടും. അപ്പോൾ ഈ ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ആപ്പിൽ ജസ്റ്റ് നമ്മൾ വാട്സാപ്പ് QR കോഡ് വെച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. ഇവിടെ QR കോഡ് ജനറേറ്റ് ചെയ്യും. അതേപോലെ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കീവേഡ് ബേസ്ഡ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് റീപ്ലേസ് എല്ലാം പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ എൻ്റെ 2 വാട്സാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാട്സാപ്പിൽ നമുക്കൊരു പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക് തന്നെ റിപ്ലൈ കിട്ടും. ഇവിടെ നമുക്ക് പ്രൈസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഓട്ടോ റിപ്ലൈ വന്നു. വി ഹാവ് മൾട്ടിപ്പിൾ കോഴ്സസ് ഓൺ AI ജേർണലിസ്റ്റ്.
ദ കോസ്റ്റ് സ്റ്റാർട്ട്സ് അറ്റ് 20,000 പ്ലസ് GST. ഇപ്പോൾ ഇതിന് തന്നെ നമുക്ക് ഡിലേയും കാര്യങ്ങളും എത്ര സെക്കൻഡ്സിനുള്ള ഡിലേ ഇടണം, അല്ലെങ്കിൽ AI വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു കംപ്ലീറ്റ് ആൻസർ, ഈ റൂൾ ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് AI ബേസ്ഡ് ആൻസേഴ്സും കൊടുക്കാം. അപ്പോൾ അതിനൊന്നും വലിയ പണിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ChatGPT ചോദിക്കുന്ന പോലെ തന്നെ ഈ ക്ലോഡ് കോഡിനോട് ജസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് പറയാം. അതായത് ഇങ്ങനെ അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടത്, കുറച്ച് ഡിലേ വേണം, റിപ്ലൈസ് ഇൻസ്റ്റൻ്റ് ആവരുത്, അല്ലെങ്കിൽ എനിക്ക് AI ബേസ്ഡ് റിപ്ലൈ ആണ് വേണ്ടത്, അല്ല ഇനി എൻ്റെ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഈ ആപ്പിൻ്റെ കളർ തീം ഒന്നും ശരിയല്ല. സോ ഇൻസ്റ്റൻ്റ്ലി നമുക്കൊരു ബെറ്റർ കൺട്രോളിൽ നമുക്ക് കോഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ചിലപ്പോൾ ലവബിൾ ടൂളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ലവബിളും ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ലവബിളിൽ നമുക്ക് കോഡ് ആക്സസ് കിട്ടുന്നില്ല, ആ കോഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് കൺട്രോളാണ്, കോഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. വി ക്യാൻ ഹോസ്റ്റ് ഇൻ ഗിറ്റ്ഹബ്, വെർസൽ ഓർ നെറ്റ്ലിഫൈ, അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും ഹോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഡൊമൈനിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആസ് എ ഡെവലപ്പേഴ്സിനാണെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ. ഇനി ഡെവലപ്പർ അല്ല നിങ്ങളെങ്കിൽ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം അതും ചോദിക്കാം. സോ ഹൗ ടു ഹോസ്റ്റ് ദിസ് ആപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ എങ്ങനെ ഇത് ഹോസ്റ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഞാനിവിടെ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ ഇറ്റ് ഈസ് റീഡിങ്. നമ്മുടെ cloud.md ഫയലാണ് ആദ്യം റീഡ് ചെയ്തത്. ഞാൻ പറയല്ലേ, cloud.md ഫയലാണ് അതിൻ്റെ ബേസ്. ഓക്കെ, സോ ദിസ് ആപ്പ് കനോട്ട് ബി ഹോസ്റ്റഡ് ഓൺ വെർസൽ നെറ്റ്ലിഫൈ. ഇറ്റ്സ് എ കസ്റ്റം സെർവർ, socket.io ആൻഡ് പപ്പറ്റെയർ. അപ്പോൾ ഇതിന് നമുക്ക് റെയിൽവേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെയിൽവേ വെച്ചിട്ട് ഹോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ render.com. ഈ 3 ഓപ്ഷൻസ് പറയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ഇവർ പറയും ഓക്കെ നിങ്ങൾക്ക് സെർവർ അപ്പ് ചെയ്യണമെങ്കിൽ ഇന്ന കമാൻഡ് റൺ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ കമാൻഡ് റൺ ചെയ്യേണ്ട, അവരോട് തന്നെ പറയാം യു ഗോ ആൻഡ് റൺ ദ കമാൻഡ്. അപ്പോൾ അവർ തന്നെ ആ കമാൻഡ് റൺ ചെയ്തിട്ട് നമുക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇറ്റ്സ് നോട്ട് AI ഫിയർ. നമ്മൾ AI പഠിക്കാൻ റെഡി ആവുക ആൻഡ് ബി സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ. അപ്പോൾ ഇനി നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലുള്ള ആപ്സ് ഈസി ആയിട്ട് ഷിപ്പ് ചെയ്യാം. ആൻഡ് സിംപ്ലി ഐ ആം ജസ്റ്റ് സേയിങ്, ഇത് നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് ഒരു 2 to 3 hours ഒരു ആപ്പ് ഐഡിയ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാം. ഐ എം ഹാപ്പി ടു ആൻസർ, ക്ലാരിഫൈ ഓൾ യുവർ ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ബി സ്മാർട്ടർ ആൻഡ് സ്റ്റാർട്ട് യൂസിങ് AI to develop apps. Thank you.